കുഞ്ഞിന്റെ പിതാവ് അനീഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനീഷ്, ഒടുവിൽ നടപടി വന്നിരിക്കുകയാണ്. ഈ രണ്ട് സ്കാനിംഗ് സെന്ററുകൾ ശങ്കേഴ്സും മിഡാസും പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കറക്റ്റാണ് എന്നുള്ളതിന്റെ എനിക്ക് വീഴ്ച പറ്റിയത് ലാബുകളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും ആണെന്നുള്ളതിന്റെ തെളിവാണ് ആലപ്പുഴ DMOയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും വന്ന റിപ്പോർട്ടിൽ ലാബ് പൂട്ടിച്ചതിൽ ഞാൻ അതിയായ മനസ്സിനൊരു സമാധാനമുണ്ട്. അതായത് ഇതുവരെ ഒരു പരിശോധനകളും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ഇപ്പോൾ താങ്കളുടെ വിഷയം, താങ്കൾ ഉയർത്തി കാണിച്ച വിഷയം വന്നതുകൊണ്ട്, അതൊരു വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ ടീം അന്വേഷണം ഇന്നലെ എന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിന്. അപ്പൊ ആ ചെക്കപ്പിന്റെ അടിസ്ഥാനത്തിലും ഞാൻ തൃപ്തനാണ്. എന്ത് സഹായമാണ് അവർ ഇപ്പോൾ നൽകാമെന്ന് പറയുന്നത്? കുഞ്ഞിന്റെ ചികിത്സ കുഞ്ഞിന്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വന്ന ടീമിന്റെ മെയിൻ ഹെഡ് ഡോക്ടർ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർ എല്ലാ കാര്യവും ചെക്ക് ചെയ്ത് വേണ്ട എല്ലാ പരിരക്ഷയും തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രേഖകൾ ഉൾപ്പെടെ താങ്കളോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കൊടുത്തിരുന്നു? രേഖകളെല്ലാം ഇന്ന് ആലപ്പുഴ DYSPയുടെ മുൻപാകെ ഞാൻ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് കൊണ്ടുപോയി കൊടുത്തു. എല്ലാ ഒറിജിനൽ രേഖകളും ആലപ്പുഴ DYSP മുൻപാകെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നടപടിയാണ്. മറ്റു ക്രിമിനൽ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. പോലീസും നടപടി എടുക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അന്വേഷണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീതിപീഠം എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുള്ള അനീഷ, ഇതിപ്പോൾ നമ്മുടെ വിഷയം വന്നതുകൊണ്ടാണല്ലോ ഇത്തരമൊരു നടപടിയിലേക്ക് വന്നത്. കുറേ കാലമായി ലാബുകൾ അവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്കാനിംഗ് റെക്കോർഡുകളൊന്നും തന്നെ അവിടെ സൂക്ഷിക്കുന്നില്ല എന്നതാണ്. ഏതാണ്ട് 2 വർഷമെങ്കിലും സൂക്ഷിക്കണം എന്നൊരു നിബന്ധനയുണ്ട്, അതുപോലും പാലിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അടിമുടി ഇതിൽ പ്രശ്നങ്ങളാണ്. ഇതിലെ ആരോഗ്യ വകുപ്പിനകത്ത് ഇപ്പം നമുക്ക് സ്കാനിങ് റിപ്പോർട്ടുകൾ ഡോക്ടറുടെ കൺസൾട്ട് കഴിഞ്ഞാൽ ആരും സൂക്ഷിക്കാറില്ല. ഇതേപോലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ് അത് ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ആ സ്കാനിങ് സെന്ററുകളിൽ നിന്ന് നമുക്ക് അത് ലഭിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് ഇനി ചെയ്യുക? ഇതിലിപ്പോൾ ഡോക്ടർക്കും സ്വാഭാവികമായും ഇത് കണ്ടെത്താനായില്ല എന്നതൊരു പ്രശ്നമുണ്ടല്ലോ. അത്തരം അന്വേഷണം അത് ഈ പറഞ്ഞ ഡോക്ടർ ഷേർലി എന്ന് പറയുന്ന മാഡം അത് കണ്ടെത്തേണ്ടതായിരുന്നു. നിലവില് ആ ഒരു അനാമിനി സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ്ങിൽ കണ്ടെത്താവുന്ന പിഴവുകളാണ് ഇതിനകത്ത് കണ്ടെത്തിയിട്ടില്ല. അത് ലാബിന്റെ ഭാഗത്തുനിന്നും ഡോക്ടറുടെ ഭാഗത്തുനിന്നും വീഴ്ച പറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരോഗ്യമന്ത്രിയുടെ ഇതിൽ വിശ്വസിക്കുന്നു. എനിക്ക് സമീപനമായിട്ടൊരു അനുകൂലമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും സമാധാനത്തോടെ ഇരിക്കുക അനീഷ്, നമ്മളെല്ലാം ഒപ്പമുണ്ട്. ആരോഗ്യവകുപ്പ് ഏതായാലും തുടർ ചികിത്സയ്ക്കൊക്കെ സഹായം നൽകുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. തുടർ നടപടികൾ വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. എന്നിലൂടെ തീരണം. എന്റെ ജീവിതവും ഇങ്ങനെയായി. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ലാബിൽ നിന്നോ ഡോക്ടറിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല. ശരിയാണ് അനീഷ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഏതായാലും കുഞ്ഞിനെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കി നമുക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകും എന്ന പ്രത്യാശ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും 2 ലാബുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ശങ്കേഴ്സ്, മിഡാസ് എന്നീ ലാബുകൾ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. കർശന പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. അരുൺ സോളമനും അല്ലമീനുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും റിപ്പോർട്ടർ വാർത്തയിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ഏതായാലും ഡോക്ടർമാർക്കും വീഴ്ച പറ്റി എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റു നടപടികളും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.